ഹലോ, നമ്മുടെ ടി വി മിനി ലോയർ വന്നിട്ടുണ്ട്. പുതിയ ഇൻ്റർവ്യൂ. ചേച്ചിക്ക് അത്യാവശ്യം ഇപ്പോൾ വേണ്ടത് നമ്മൾ ലൈം ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കണം ഈ ഒരു കാര്യം പറഞ്ഞിട്ട്. പിന്നെ ദിലീപിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുള്ളൂ കുറ്റം പറയാനായിട്ട്, അല്ലാണ്ട് പറഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു നുണയാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അതിലില്ല. അപ്പം ഈ പുള്ളിക്കാരത്തി അത് കേട്ടോ നിങ്ങൾ ആ CBIയുടെ കുറ്റപത്രം തള്ളിച്ച വ്യക്തിയുടെ പേര് എന്താണെന്നറിയാമോ? അഡ്വക്കേറ്റിന്റെ പേര് പൊക്കി വിടണേ. മനസ്സിലായ? ആ പ്രതികളെ മുഴുവൻ ശിക്ഷിച്ചു. അതുപോലെ ഈ കേസിലും TV മിനി എടുത്തതിൽ ശിക്ഷിച്ചല്ലോ. നിക്ക് ജിഷ കേസ്, സൗമ്യ കേസ്, അതിന്റെ പേര് സൗമ്യ കേസ്. ഇതാണ് ഞാൻ പറഞ്ഞ നോണയാണ് ഇത് പറയണത്. ഗോവിന്ദചാമിയില്ലേ, അയാളെ ശിക്ഷിച്ച ഇത് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഞാൻ ഹു വാസ് ദ പ്രോസിക്യൂഷൻ ലോയർ ഓഫ് ഇൻ സൗമ്യ കേസ്, റേപ്പ് കേസ്. ആരാണ് പ്രോസിക്യൂഷൻ ലോയർ ഹു അപ്പിയർഡ് ഇൻ ദ ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് ആൻഡ് കേരള ഹൈക്കോർട്ട് ഫോർ ദ സൗമ്യ റേപ്പ് കേസ് വാസ് എ സുരേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറാണ് വന്നത്. ഇതിൽ ഒരു ഭാഗത്ത് പോലും ഈ മിനിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, വക്കീലില്ല പറഞ്ഞ ശൈലി. എന്നിട്ട് വെറുതെ അങ്ങോട്ട് അടിച്ച് കയറ്റണേക്കാം, ഇതൊക്കെ മൂപ്പരാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് ഇതിനെല്ലാം രസമുള്ള കാര്യമാണ്. ഇതിപ്പോ പറയും ഗോവിന്ദചാമി ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ആ കേസിൽ അപ്പിയർ ചെയ്തുകൊണ്ട് ജഡ്ജ്മെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല. ശ്രീജിത്ത് പണിക്കൽ എന്ന് പറയണ പോലെ എനിക്ക് പറയാൻ പറ്റില്ല, പറയാൻ പാടില്ല. പിന്നെ ഈ കേസിൽ 6 പ്രതി ശിക്ഷിച്ചു, 4 പ്രതികളെ വെറുതെ വിട്ടിട്ടുള്ളൂ. അപ്പൊ നിയമ സംവിധാനത്തിൽ ഇന്നിപ്പോ ഒരു ജഡ്ജിക്ക് ആ തെളിവ് പോരാ എന്ന് തോന്നിയാലും ഹൈക്കോടതിയിലെത്തുമ്പോ ആ ജഡ്ജിക്ക് തോന്നാം ഈ തെളിവ് മതി, അപ്പൊ ശിക്ഷിക്കും. ശ്രീജിത്ത് പണിക്കർ പറയണ പോലെ ഒന്നും പറയാൻ പറ്റൂല. പക്ഷെ കോടതി വിധി ഒന്ന് തന്നിട്ടുണ്ടല്ലോ ഓൾറെഡി. ഇപ്പോൾ വെറുതെ വിട്ടല്ലോ 4 പേരെ. അവരെ തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കോടതി വെറുതെ വിട്ടത്. അല്ലെങ്കിൽ കോടതി ഒരിക്കലും വെറുതെ വിടൂല. എന്നിട്ട് അതിനെ കുറ്റം പറയാം, കോടതി വിധിയെ കുറ്റം പറയാം പുറത്ത് വന്നിരുന്നിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജഡ്ജിമാർ ഇവർക്കെതിരെ ഒരു കേസ് എടുക്കണം. സ്വമേധയാ കോടതി പറഞ്ഞ ശൈലി കോടതിനെ എതിർക്കണേന് നാണം കെടുത്തണമെന്ന് പറഞ്ഞിട്ടുള്ള കേസ് കൊടുക്കണം ഇവർക്കെതിരെ കോടതി വിധി. ഇവർക്ക് വിധിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇവർക്ക് നിങ്ങളുടെ ജഡ്ജ്മെന്റിൽ? ഇവരത് അപ്പീൽ കൊടുത്ത് അടുത്ത സ്ഥലത്തോട്ടാണ് അതിന് പോകേണ്ടത്. അല്ലാണ്ട് പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഒരു വ്യക്തിനെ നാറ്റിക്കണേന് അയാൾ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ തെളിയിക്ക്, അതല്ലേ വേണ്ടത്. എന്താ ചേച്ചി ഒരുമാതിരി കഷ്ടം.